ചില ക്രിസ്ത്യൻ നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ അന്ധന് കാഴ്ച കൊടുക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ഈശോ അന്ധന് ഈ കാഴ്ച കൊടുക്കുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈശോ അവനോട് ചോദിക്കുകയാണ്, നീ ഇപ്പോ കാണുന്നുണ്ടോ, മനുഷ്യരൊക്കെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവൻ പറയുക, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷെ അവർ മരങ്ങളെ പോലെയാണ് ഇരിക്കുന്നത്, അവർ നടക്കുന്നതായും കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ ഈ ഒരു അത്ഭുതത്തിൽ മാത്രമാണ് ഈശോ ഇങ്ങനെ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് എടുത്തിട്ട് ഒരാൾക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണും. എല്ലാ ഇതിലും ഒറ്റയടിക്ക് ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്, സൗഖ്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സംഭവത്തിൽ മാത്രം ഈശോ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇദ്ദേഹത്തിനുള്ള സൗഖ്യം പൂർണ്ണമാക്കുന്നത്. ഈ 2 ഘട്ടമായിട്ട് ഈശോ ഇദ്ദേഹത്തിന് സൗഖ്യം കൊടുക്കുന്നതിലൂടെ ഈശോ ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്താണ്? അദ്ദേഹം പറയുന്നത് പോലെ ഒരു ഘട്ടം പൂർത്തിയായപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനിപ്പോൾ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെ പോലെയാണ്, നടക്കുന്നതായിട്ടും കാണുന്നു. നമ്മളൊരെ നമുക്ക് ചുറ്റുമുള്ള ആളുകളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ചിലപ്പോഴൊക്കെ ഈ പകുതി കാഴ്ച കിട്ടിയ മനുഷ്യന്റെ കാഴ്ചപ്പാടാണ് നമുക്കിന്ന് തോന്നിപ്പോകല്ലേ. മനുഷ്യരായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ചുമ്മാ മരങ്ങളെ പോലെ ഇരിക്കുന്നു, നടക്കുന്നു, അല്ലെ, മൂവിങ് ഒബ്ജക്ട്സ് ആണ് എന്ന് പറഞ്ഞാൽ മരങ്ങളാണ്. പ്രത്യേകിച്ച് മനുഷ്യരായിട്ടൊന്നും തോന്നുന്നില്ല. ചുറ്റുമുള്ളവരെ മനുഷ്യരായിട്ട് തോന്നാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിലെ വാർത്തകളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യന്റെ ഒരു 2ാമത്തെ ഘട്ടത്തിലൂടെ ഈ മനുഷ്യനെ കാഴ്ച പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടിയതുപോലെ, അല്ലെ, കാഴ്ച തെളിഞ്ഞതുപോലെ നമ്മുടെയും കാഴ്ചപ്പാടുകൾ തെളിയാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ചുറ്റുമുള്ളവരെ മരങ്ങളെ പോലെയോ മൃഗങ്ങളെ പോലെയോ കാണാതെ മനുഷ്യരെ പോലെ കാണാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.